യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് റാഫി കരീം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, ഏതൊക്കെ ഇനങ്ങളിലാണ് അവിടെ മത്സരം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? അന്വേഷ ത്രോ ഇനങ്ങളിലാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. രാവിലെ മുതലുള്ള മത്സരങ്ങളിൽ ത്രോ ഇനങ്ങളിൽ മലപ്പുറത്തിന്റെ ഒരു കുത്തകയാണ് നമ്മൾ കാണുന്നത്. മലപ്പുറമാണ് ഈ ത്രോ ഇനങ്ങളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത്. ജാവലിൻ ത്രോ ഇനത്തിൽ ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ മലപ്പുറം സ്വർണം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ മലപ്പുറം വെള്ളിയും നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിസ്കസ് ത്രോ വിഭാഗത്തിൽ മലപ്പുറമാണ് സ്വർണം നേടിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സബ് ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിൽ തൃശ്ശൂരാണ് മുന്നിട്ട് നിൽക്കുന്നത്. മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മലപ്പുറത്തിന്റെ ഒരു മുന്നേറ്റമാണ് ത്രോ ഇവന്റുകളിൽ കാണുന്നത്. ഒപ്പം തന്നെ ഗെയിംസിൽ തിരുവനന്തപുരത്തിന്റെ ഒരു ശക്തിയാണ് കാണുന്നത്. തിരുവനന്തപുരം ഇരട്ടിയോളം പോയിന്റ്സിലാണ് നിലവിൽ ഗെയിംസിൽ സ്കൂൾ വിഭാഗത്തിലായാലും ഒപ്പം തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലായാലും മുന്നിട്ട് നിൽക്കുന്നത്. അക്വാറ്റിക്സിലെ മെഡൽ നേട്ടമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഗെയിംസിൽ മുന്നിലെത്താൻ അവരെ ഓവറോൾ വിഭാഗത്തിൽ മുന്നിലെത്താൻ അവരെ സഹായിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാവിലെ നടന്ന ഫുട്ബോൾ അടക്കമുള്ള ഇവന്റുകളിലും മലപ്പുറത്തിന്റെ ഒരു മുന്നേറ്റം കാണുന്നു. ഇനി വരുന്നത് ട്രാക്ക് ആൻഡ് ഫീൽഡിലെ മത്സരങ്ങളിലുള്ള ഒരു പോരാട്ടമാണ്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് ട്രാക്ക് ആൻഡ് ഫീൽഡിലാണ്. അത് ഒന്നാം സ്ഥാനത്തിനായാലും ഒപ്പം തന്നെ സ്കൂളുകളുടെ വിഭാഗത്തിലായാലും ട്രാക്ക് ആൻഡ് ഫീൽഡിലാണ് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നത്. അവിടെ ഈ ത്രോ ഇനങ്ങളിലാണ് നിലവിൽ മലപ്പുറം ജില്ല മുന്നിട്ട് നിൽക്കുന്നത്. ഐഡിയൽ കടകശ്ശേരിയുടെ കുട്ടികളാണ് ഈ തവണ ത്രോ ഇനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് വളരെ വലിയ രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഓട്ടമിനങ്ങളിലാണ്, അതായത് ഹഡിൽസ് അടക്കമുള്ള വളരെ ഓട്ടമിനങ്ങളിലാണ് ഈ പുല്ലൂരാമ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റുകൾ നേടുന്നത്. നേരത്തെ 100 മീറ്റർ, 200 മീറ്റർ ഒപ്പം തന്നെ റിലേ അടക്കമുള്ള മത്സരങ്ങളിൽ പുല്ലൂരാമ്പാറ സ്കൂളിന്റെ ഒരു മുൻതൂക്കം നമ്മൾ കണ്ടതാണ്. ഹഡിൽസ് ഇവന്റെങ്കിലും പുല്ലൂരാമ്പാറ സ്കൂളിന്റെ ഒരു മുൻതൂക്കം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അത്ലറ്റിക്സിലേക്ക് വരുമ്പോഴാണ് കടുത്ത മത്സരം നടക്കുന്നത്. അവിടെ ത്രോ ഇനങ്ങളിൽ മലപ്പുറം മുന്നിട്ട് നിൽക്കുമ്പോൾ ഐഡിയൽ പുല്ലൂരാമ്പാറ സ്കൂൾ അടക്കമുള്ളവർ മറ്റേ ട്രാക്കിൽ വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.